എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ് തപസ്. തപസ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താണ് ഈ തപസ്സിനെ കുറിച്ച് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം തപസ് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് മനുഷ്യ ജീവിതത്തിൽ. ജീവിതം തന്നെ ഒരു തപസ്സാണെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് സത്യസാക്ഷാത്കാരമാണ് മനുഷ്യനായി ഇവിടെ ജനിച്ചു വന്ന ഓരോ വ്യക്തിയുടെയും അതായത് ലക്ഷ്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് ദേഹവും മനസ്സും ബലമുള്ളതായി തീർക്കുക എന്നുള്ളത് ഈ തപസ്സിൽ കൂടി മാത്രമേ സാധിക്കാൻ പറ്റത്തുള്ളൂ. പലതരത്തിൽ തപസ് ചെയ്യുന്നുണ്ട്, തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. അത് നമ്മൾ പൂജ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നാമജപം കൊണ്ടോ ഇതൊക്കെ നമ്മുടെ ഒരു തപസ്സായിട്ട് വളരെ താഴ്ന്ന രീതിയിലുള്ളൊരു തപസ്സായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. തപസ്സിൻ്റെ ആ തലത്തിൽ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ബലഹീനനായിട്ടുള്ള വ്യക്തിക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉപനിഷത്തിൻ്റെ മതം അതാണ്. ജീവൻ അതിന് കിട്ടിയിട്ടുള്ള ശരീരം, മനസ്സ്, വാക്ക് എന്നീ ഉപകരണങ്ങളെ തപസ് കൊണ്ട് ബലപ്പെടുത്തി സത്യമാർഗത്തിലേക്ക് തിരിച്ചുവിടേണ്ടതാണ്. അതുകൊണ്ടാണ് ദേഹത്തെ തപസ് കൊണ്ട് ബലപ്പെടുത്തണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശാരീരികങ്ങളായ എല്ലാ തപസ്സുകൾക്കും അവയുടേതായ മാനസിക പശ്ചാത്തലം കൂടി ആവശ്യമായി വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. മാനസിക പശ്ചാത്തലം ഇല്ലാത്തടത്തോളം കാലം ശാരീരികമായിട്ടുള്ള ഉയർച്ച ഒരു കാരണവശാലും സാധ്യമല്ല. ശാരീരിക പശ്ചാത്തലം ഇല്ലാത്തടത്ത് മനസ്സിൻ്റെ അതായത് ഉയർച്ച ഒരിക്കലും സാധ്യമായി വരത്തില്ല. ദിവ്യത്വം ദർശിക്കാൻ കഴിയുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളാണ് ദേവന്മാരെന്ന് പറയുന്നത്. അദൃശ്യങ്ങളായി നിന്നുകൊണ്ട് ദിവ്യത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ദേവന്മാരെ മനുഷ്യർ പൂജിക്കുന്നത്. ഒരു ദേവന്, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായ ചില നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. ആത്മീയ ജ്ഞാനം പകർന്നു തരുന്നവരാണ് ഗുരുക്കന്മാർ. നല്ല അറിവിന് വൈദഗ്ധ്യം നേടിയവരാണ് പ്രാജ്ഞന്മാർ. ഇവരെയെല്ലാം ആദരപൂർവം സൽക്കരിക്കുന്ന നിമിത്തം ഒരു വ്യക്തിക്ക് വിനയവും വിജ്ഞാനവും പകർന്നു കിട്ടുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ദേവന്മാരെന്ന് പറയുന്നത് പ്രപഞ്ച പ്രതിഭാസങ്ങളാണ്, അദൃശ്യങ്ങളായി നിന്നുകൊണ്ട്. റിപ്പീറ്റ് ചെയ്യാണ്, മനുഷ്യന് ആരാധിക്കുന്നിടത്തോളം കാലം അവന് ഭൗതിക തലത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഉന്നത തലത്തിൽ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ എന്ന് പറയും. ഇപ്പോഴത്തെ ബ്രാഹ്മണരുടെ കാര്യമല്ല പറയുന്നത്. ബ്രാഹ്മണരെ കൃത്യമായിട്ട് നമ്മുടെ ഉപനിഷത്തും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളും ഉദ്ഘോഷിച്ചിരിക്കുന്നത് ബ്രാഹ്മണർ അറിവുള്ളവരാണ്, ബ്രഹ്മത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ ബ്രഹ്മത്വം കിട്ടിയവരാണെന്ന് പറയും. അതുപോലെ തന്നെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നല്ല ഗുരുക്കന്മാർ ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കുന്നവരാണ്, നല്ല അറിവ് പകർന്നു കൊടുക്കുന്നവരാണ്. ആ അറിവിൻ്റെ വൈദഗ്ധ്യം നേടുന്നവരാണ് പ്രാജ്ഞന്മാർ. ഇവരെയൊക്കെ സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് നിമിത്തം ഒരു വ്യക്തിക്ക് വിനയം ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് വിനയം ഉണ്ടാവും, വിജ്ഞാനം ഉണ്ടാവും. ഞാൻ എന്ന് പറയുന്ന ആ തലത്തിൽ നിന്നും ഉയരാൻ കഴിയുമെന്ന അർത്ഥം. ഇവിടെ ഞാനെന്ന തലത്തിൽ നിന്നും ഉയർന്നിട്ടില്ല. ശരീരമാണ് ഞാനെന്നും അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുമുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ് സാധാരണ മനുഷ്യരെല്ലാം തന്നെ. അതുപോലെ തനിക്ക് ഉള്ളതെല്ലാം, തൻ്റെ കൂടെ ഉള്ളതെല്ലാം എന്നും നിലനിൽക്കുമെന്നൊരു തോന്നലും, തൻ്റെ സമ്പാദ്യവും അതുപോലെ തന്നെ സമ്പത്തും തൻ്റെ കുടുംബവും തന്നെ സ്നേഹിക്കുന്നവരെല്ലാം തന്നെ എന്നും സ്നേഹിക്കുമെന്നും എന്നൊക്കെ ചിന്തിച്ച് വശായിക്കൊണ്ടിരിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ. ഇതിൽ നിന്നും ഞാനെന്ന ഭാവമാണ് ഇതിൽ ഉദിക്കുന്നത്. ഈ ഞാനെന്ന ഭാവത്തിൽ നിന്നും ഉയരാതെ ഒരു വ്യക്തിക്കും ഒരു കാരണവശാലും ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ താൻ എന്തായിരുന്നു എന്നുള്ള തോന്നൽ,
താൻ ഏതെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഉയർന്ന തലത്തിലായിരുന്നു, ആ കസേര ഇന്നും തന്നിലുണ്ട് എന്നുള്ളതും ആ തലത്തെക്കുറിച്ചുള്ള വിവരമായിട്ടുള്ള വിവരങ്ങളെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഒരു മനുഷ്യന് ഈ ഒരു തലത്തിൽ നിന്നും സാധാരണ മനുഷ്യന് ഉയരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ദേഹശുദ്ധി മനസ്സിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും ബുദ്ധിക്കും സഹായിക്കുന്നു. ദേഹശുദ്ധി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുളിക്കുന്നതുകൊണ്ട് മാത്രം ദേഹശുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു ശരീരം എന്ന് പറയുന്നത് കപടത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു വ്യക്തി പെരുമാറുന്നത് ദേഹശുദ്ധി ഇല്ലായ്മയാണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിയോട് പെരുമാറുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി നമ്മളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അയാൾ ഇന്നതായിരുന്നു, ഇങ്ങനെയായിരുന്നു, അയാളെ എന്തിന് ഞാൻ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അയാളെ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ആ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയോട് പെരുമാറുന്നത് തൻ്റെ ദേഹശുദ്ധി ഇല്ലായ്മയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത്, കപടത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറമേ പെരുമാറാനുള്ള ഒരു ഉപകരണമല്ല ദേഹം. ദേഹത്തെ അങ്ങനെ ശീലിപ്പിച്ചാൽ അത് ക്രമേണ ചിത്തത്തെ കൂടുതൽ അശുദ്ധമാക്കി പതിപ്പിക്കും. അത് മനസ്സിലാക്കണം. ദേഹശുദ്ധി ഇല്ലായ്മ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കപടത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പെരുമാറുന്ന ശീലം ഇല്ലാതാക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവന് മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാകത്തുള്ളൂ. അത് ക്രമേണ അതായത് അങ്ങനെ കപടം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ ആ ചിത്തത്തെ കൂടുതൽ അശുദ്ധമാക്കി പതിപ്പിക്കത്തേ ഉള്ളൂ, അല്ലാതെ അവന് ഉയർന്ന തലത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ശരീരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധിയെ സഹായിക്കും. അതാണ് ശരീരശുദ്ധി എന്ന് പറയുന്നത്. കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിക്കുന്നതുകൊണ്ട് മാത്രം ശരീരശുദ്ധി ഉണ്ടാകുന്നു. നല്ല മണക്കുന്ന സോപ്പിട്ട് കുളിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ശരീരശുദ്ധി ഉണ്ടാവില്ല. അത് ശരീരത്തെ അഴുക്കുകൾ, മാലിന്യങ്ങളെ, ശരീരത്ത് പുറത്തുണ്ടാകും, തൊലിപ്പുറത്തുണ്ടാകുന്ന മാലിന്യങ്ങളെ അകറ്റിക്കളയാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇതിന് സാധ്യമാകുന്നില്ല എന്ന് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ മനോശുദ്ധി ഉണ്ടാകണമെങ്കിൽ ദേഹശക്തി ശരിയായിട്ടും ഉണ്ടാകണം. ഈ പറഞ്ഞ തരത്തിലുള്ള ദേഹശുദ്ധി ഉണ്ടായാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ ബീജനാശം തടയാൻ കഴിഞ്ഞാൽ ആ ദേഹത്തിനും മനസ്സിനും വീര്യം വർദ്ധിപ്പിക്കുമെന്ന് പറയും. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ രീതിയിൽ ഇടപെടുന്നതിനെയാണ്, ആൺ പെൺ ഇടപെടുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയും. അല്ലാതെ ഒരാൾ ആ ഒരു തലത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനെ അല്ല ബ്രഹ്മചര്യം എന്ന്. ബ്രഹ്മത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാകണം എന്ന് പറയും. മനസാ വാചാ കർമ്മണ എന്ന് പറയുന്നത് പോലെ ഇതിലും ഒരു നിയമത്വം ഉണ്ടാവണം, അതൊരു കൺട്രോൾ ഉണ്ടാവണമെന്ന് സാരം. ഒരു വ്യക്തി അതിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തിക്ക് മനസ്സെപ്പോഴും ആ ഒരു തലത്തിലേക്ക് തന്നെ കടന്നുകൊണ്ടിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനൊരു മിതത്വം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, മനസ്സിനൊരിക്കലും ഈശ്വരീയ തലത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ പാലനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതിൽ കൊടുക്കാൻ കാര്യം. മനസ്സിൻ്റെ ഈശ്വരബുദ്ധി വർദ്ധിക്കുമെങ്കിലേ ഇത് എളുപ്പം സാധ്യമാകും. ഈശ്വരബുദ്ധി വർദ്ധിക്കും തോറും ഈശ്വരനോട് അടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന തലത്തിൽ ബ്രഹ്മചര്യ പാലനത്തിന് സാധിക്കും. അവൻ്റെ മനസ്സ് എപ്പോഴും ഈശ്വരീയതയിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടല്ല, അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇതിലോട്ടുള്ള ഇന്ദ്രിയം കൂടുതൽ വർക്കൗട്ട് ആവത്തില്ല എന്ന് സാധിക്കും. ഇതിനകത്തിൽ ഒരു കാരണവശാലും ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിമുനിമാർ പോലും ഭാര്യാസമേതരായിട്ടാണ് ആശ്രമങ്ങളിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു മനുഷ്യന് ആവശ്യമായ സംഭവമാണെന്നും അതുപോലെ തന്നെ അതിനെ മിതത്വത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ തലത്തിലും മനുഷ്യന് ഉയരാൻ സാധിക്കുമെന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ പരദ്രോഹത്തിനോ ഒരു ജീവിക്കും അകാരണമായി വേദനയുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ദേഹം ഉപകരണമാക്കി തീരാൻ പാടില്ല എന്നാണ് പറയുന്നത്. പരദ്രോഹത്തിന്, അതായത് പരദ്രോഹ ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്. വിമർശനാത്മകമായ മനസ്സ്, അസൂയാത്മകമായ ഒരു മനസ്സ്, വെറുപ്പുളവാക്കുന്ന ഒരു മനസ്സ്, ഈ മനസ്സും ബുദ്ധിയുമാണ് പരദ്രോഹ ചിന്തയ്ക്ക് നമ്മളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് മനസ്സിനെ ഉണ്ടാക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കടക്കുന്നത് മനസ്സിലാക്കുക. പരദ്രോഹ ചിന്ത എപ്പോഴും
തെറ്റായ ചിന്തകളിൽ കൂടി മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്നുള്ള ആ തലത്തിലേക്ക് മനസ്സ് വരുന്നതും ബുദ്ധിയും വരുന്നത് കൊണ്ടാണ് ദേഹം ഒരു ഉപകരണം, അങ്ങനെ ഒരു ഉപകരണമായി മാറും. അതിന് ദേഹവും പ്രവൃത്തിയിൽ, ആ പ്രവൃത്തിയിൽ മനസ്സ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങും. അതിൽ നിന്നും നാം മാറിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന തപസ്സിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് അഹിംസ എന്ന് പറയുന്നത്. അഹിംസാ സിദ്ധാന്തം പാതഞ്ജല മഹർഷി പറഞ്ഞിരിക്കുന്ന അഹിംസ എന്ന് പറയുന്നത് ഇതാണ്. പരദ്രോഹ ചിന്ത ഇല്ലായ്മയാണ് അഹിംസ. ഒരാളെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല അഹിംസ എന്ന് പറയുന്നത്. പരദ്രോഹ ചിന്ത ഇല്ലാതെ പോകുക. അപ്പം മറ്റൊരു വ്യക്തി ഉയരുന്നതിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അഹിംസാ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതും ഉറച്ച ഒരു ഈശ്വരബുദ്ധി കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈശ്വരബുദ്ധി ഇല്ലാതെ ഒരു വ്യക്തിക്കും ഈ പറയുന്ന ഒരു കാര്യത്തിലേക്കും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമായൊരു അറിവ് നമുക്കുണ്ടാക്കിയെടുത്തേ മതിയാവും. എന്താണ് ഇനി ഈശ്വരബുദ്ധി? ഈശ്വരബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 24 മണിക്കൂറും ഭജിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഈശ്വരബുദ്ധി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുന്നതല്ല ഈശ്വരബുദ്ധി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയുടെ 12ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ ഭക്തൻ ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരു വ്യക്തിയോടും ദ്വേഷഭാവമില്ലാത്തത്. ഇപ്പം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത ഒരു വ്യക്തി നിങ്ങളോട് പരദ്രോഹ ചിന്തയോട് പെരുമാറിയാൽ പോലും ആ വ്യക്തിയെ നമ്മൾ പരദ്രോഹ ചിന്തയോട് പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ശത്രുതാപരമായ ചിന്തകളിലേക്ക് വരുന്നത്. അവരെ ഒരല്പം അകറ്റി നിർത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവരോട് കൂടുതൽ ഇടപെടാതിരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അപ്പോൾ അതിന് ആ വ്യക്തിയോട് ശത്രുതാപരമായിട്ട് ചിന്തിക്കുകയും ആ ശത്രുത കൊണ്ട് ആ വ്യക്തിക്ക് ദോഷം വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് പരദ്രോഹ ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയും നമ്മളെപ്പറ്റി എന്തു വേണമെങ്കിലും സംസാരിക്കാം. അതൊരു വ്യക്തിയുടെ അവൻ്റെ അഭിപ്രായം, അവൻ്റെ ചിന്തയാണത്, അവൻ്റെ സംസ്കാരമാണ്, അവൻ്റെ കർമ്മമാണത്. അതുകൊണ്ട് അതിൽ നിന്നും നമുക്ക് മാറ്റം ഉണ്ടാകണമെന്ന് അവൻ്റെ മനസ്സ് പെട്ടെന്ന് മാറി നമ്മളെ നല്ല രീതിയിൽ ഇതുപോലെ വരണമെന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ സംസ്കാരം കൊണ്ടാണ് അവൻ പെരുമാറുന്നത്. ആ പെരുമാറ്റ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മൂഢമാർഗത്തിൽ ചിന്തിക്കുക എന്നുള്ളതിൽ അങ്ങനെ ഒരാളിനെ മാറ്റിയെടുക്കാൻ പെട്ടെന്നൊന്നും സാധ്യമാവില്ല. അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ ഈശ്വര തലത്തിലേക്ക് മുന്നോട്ട് പോകും തോറും അവൻ്റെ ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാവുകയും ചെയ്യും, മനസ്സിന് ഏകാഗ്രതയുണ്ടായി സമാധാനത്തിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് മാത്രമേ തപസ്സിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തപസ്സെന്ന് പറയുന്നത് ഏകാഗ്രതയ്ക്ക് ശക്തി കൂട്ടി ഒരുവനെ അതിവേഗം സത്യാനുഭവത്തിലേക്ക് പാത്രമാക്കി തീർക്കുന്ന ഒരു സംഭവമാണ്. സത്യാനുഭവത്തിലേക്ക് പാത്രമാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഒന്നേ ഉള്ളൂ എന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമായി വരത്തുള്ളൂ. അല്ലാത്തവർക്ക് സാധ്യമായി വരില്ല. സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ളത് എത്ര പേര് ചിന്തിക്കാൻ കഴിയും? പലരിലാണ് നമ്മുടെ ചിന്ത. നമ്മൾ ദ്വൈതത്തിലാണ് ചിന്തിക്കുന്നത്. അവിടെയും ഇവിടെ എല്ലാം കറങ്ങി നടന്ന് നമ്മൾ എന്തൊക്കെയോ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. ഭക്തിയിൽ നമ്മൾ എന്തൊക്കെയോ അനുഷ്ഠിച്ചുകൊണ്ട് ഇഷ്ടമുള്ള തലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ ഒരു കാരണവശാലും സത്യാനുഭവത്തിന് പാത്രമായി തീരാൻ സാധ്യമാവില്ല. അദ്വൈത സിദ്ധാന്തം മാത്രമേ സത്യാനുഭവത്തിന് ഒരു വ്യക്തിയെ പാത്രമാക്കി തീർക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരടിയുറച്ച വിശ്വാസം അദ്വൈത അനുഭവത്തിൽ ഉണ്ടാവണം. അദ്വൈതത്തിൽ അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടാവണം. അതുകൊണ്ടാണ് പറയുന്നത് ഏത് വ്യക്തിക്കും ധ്യാന അവലംബനത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ദേവതയെ സങ്കല്പിക്കാൻ പറ്റും. 2 ദേവതയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഒരു തലത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരേ ഒരു ശക്തിവിശേഷത്തെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ശക്തിവിശേഷത്തിൽ കൂടി നമുക്ക് മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കാൻ കഴിയും. അതിലും അദ്വൈതാനുഭവം വരുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഒരേ ഒരു മൂർത്തിയെ അല്ലെങ്കിൽ ഒരേ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഒരു ഈശ്വരനെ നമ്മൾ നമ്മുടെ മനസ്സിൽ കുടിയിരുത്താൻ ശ്രമിക്കുന്നു. അതിപ്പോൾ ഈശ്വരൻ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ പരമപ്രേമത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത കൂടും.
അത് ഏത് വസ്തുവായാലും കുഴപ്പമില്ല. പരമമായ പ്രേമം എന്ന് പറയുന്നത് യാതൊരു വിധമായിട്ടുള്ള ആഗ്രഹവും കാമനയും കൂടാതെ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നതിനെയാണ് പരമമായ പ്രേമം എന്ന് പറയുന്നത്. ഇവിടെ അതില്ല. നമ്മൾ ആരെയും എന്തിനെ സ്നേഹിച്ചാലും ഇപ്പം ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ നമുക്കെന്തെങ്കിലും കിട്ടണമെന്നും പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെയുള്ള വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിക്കും ഈ പറയുന്ന സത്യാനുഭവത്തിലേക്ക് കടക്കാൻ സാധ്യമാവില്ല. കാരണം അവൻ്റെ തലം എന്ന് പറയുന്നത് കാമനയോടും ആഗ്രഹത്തോടും കൂടിയാണ് പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പരമമായ പ്രേമം അതാണ് ഭഗവത്ഗീതയിൽ പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. പരമപ്രേമം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കാമനയും ഇല്ലാതെ ഏതൊരു വസ്തുവിനെ സ്നേഹിച്ചാൽ, ഈശ്വരനെ സ്നേഹിക്കണം നിർബന്ധമൊന്നുമില്ല. കാര്യം ആദ്യം നമുക്ക് ആ തലത്തിലേക്ക് കടക്കാൻ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഇപ്പം അദ്വൈതത്തിലേക്ക് കടക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒന്നേ ഒരു വസ്തു, മറ്റ് ചിന്തകളെല്ലാം അകറ്റിക്കൊണ്ട് ആ വസ്തുവിനെ മാത്രം നമ്മൾ ഒന്ന് സ്നേഹിച്ച് നോക്കിയേ, അതിനോട് അടുത്ത് നോക്കിയേ, ഒരു കാമനയില്ല അടുത്ത് നോക്കിയേ, അത് നിങ്ങളുടെ മനസ്സിൽ ഏകാഗ്രതയ്ക്ക് വഴിതെളിക്കും, മനസ്സമാധാനത്തിന് വഴിതെളിക്കും. അപ്പോൾ തപസ്സെന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോൾ മാത്രമേ തപസ്സാകുന്നുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.